എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനെക്കുറിച്ചാണ്. അപ്രതീക്ഷിതമായ പലതും സംഭവിച്ചു. അതിന് നാം റിറ്റാലിയേഷൻ ചെയ്തു. ആ റിറ്റാലിയേഷൻ്റെ ഭാഗമായി ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിമാർ നമ്മെ ഇപ്പോഴും ഇടതടവില്ലാതെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അവരുടെ നാം മുൻപ് കൊടുത്തിരുന്ന നദീജലം ഇപ്പോൾ താൽക്കാലികമായി നാം തടഞ്ഞു വച്ചിരിക്കുകയാണ്. അത് ആവശ്യമുള്ള ഘടകമാണ്. ഇനി ഇവർ പല മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മളുമായി നല്ലൊരു സന്ധി ഉണ്ടാക്കി അവരുടെ ആവശ്യങ്ങൾ സാധീകരിച്ചെടുക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. നാം ബുദ്ധിപരമായ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ഭരണകൂടം അതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു നല്ലൊരു വിശ്വാസം എല്ലാ ഇന്ത്യൻസിലും ഉണ്ട് താനും. ഇനി നാം എന്ത് സഹായം ചെയ്താലും ആ സഹായം പാകിസ്ഥാൻ ജനതയ്ക്ക് വേണ്ടിയാണെങ്കിലും അത് അവരിലേക്ക് എത്തപ്പെടാറില്ല. ഇപ്പോൾ ഈയിടയ്ക്ക് തന്നെ IMA വേൾഡ് ബാങ്ക് അവർക്ക് കുറച്ച് ധനസഹായം ചെയ്തു കഴിഞ്ഞു. എന്ത് ധനസഹായം ചെയ്താലും അത് പാകിസ്ഥാനിൻ്റെ പുരോഗതിക്ക് വേണ്ടിയോ അവിടെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള യാതൊന്നും തന്നെ അതവർ ചെയ്യാറില്ല. ഈ കിട്ടുന്നതെല്ലാം ഒരു 3 ഭാഗമായി പങ്കുവയ്ക്കും. അതിൽ ഒരു ഭാഗം പോകുന്നത് അവിടുത്തെ പട്ടാള ഉദ്യോഗസ്ഥന്മാർക്കായി, മറ്റൊരു ഭാഗം അത് ഭരിക്കുന്ന മന്ത്രിമാർക്ക്, മൂന്നാമതൊരു ഭാഗം പോകുന്നത് അവർ താലോലിക്കുന്ന തീവ്രവാദികൾക്ക്. പാവം ഇതിൽ കഷ്ടപ്പെടുന്നത് പാവം പിടിച്ചതും നിർധനരുമായ തൊഴിലാളികളാണ്. അവരെ ഇന്ത്യക്ക് വിരോധമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വച്ചേക്കുകയാണ്. വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നുമല്ല. ഇനി വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ അവർ ആ രാജ്യത്ത് നിൽക്കാറില്ല. അത് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ അവർ ചേക്കാറാണുള്ള പതിവ്. പിന്നെ ഇത് കഴിഞ്ഞാൽ അവിടുത്തെ ബിസിനസ് ലോബികൾ, അവിടെ എന്ത് ലാഭം കൊയ്യാം എന്നാണ് അവിടുത്തെ പാകിസ്ഥാനി ബിസിനസ് ലോബികൾ ചിന്തിക്കുന്നത്. അവരുടെ കുടുംബവും ഈ പട്ടാള കുടുംബവും ഈ മന്ത്രിമാരുടെ കുടുംബവും ഭൂരിഭാഗം പേരും അവർ പുറം രാജ്യങ്ങളിലാണ് സെറ്റിലായിരിക്കുന്നത്. ഇത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, അവരുടെ വരുമാനങ്ങൾ കൂട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അവരുടെ മാതൃരാജ്യമായ പാകിസ്ഥാൻ. ഏതെല്ലാം രീതിയിൽ ആ പാവം പിടിച്ച ജനതയെ വിഡ്ഢിവേഷം കെട്ടാൻ ശ്രമിക്കുന്നു, അത്ര കണ്ട് ഇവർ സുഹിമന്മാരായി ജീവിക്കുന്നു. അവിടുത്തെ ഏറ്റവും വലിയൊരു തകർച്ചയെന്ന് പറയുന്നത് അവരുടെ പട്ടാള ഭരണമാണ്. ഈ പട്ടാളം പറയുന്നതാണ് അവിടുത്തെ ഏതൊരു മന്ത്രിയും അനുസരിക്കുന്നത്. പട്ടാളം പറയുന്നതേ അവർ ചെയ്യുകയുള്ളൂ. ഇവർക്ക് സ്വന്തമായി ഒരു അഭിപ്രായമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പ്രധാനമന്ത്രി ആയിരുന്ന ഇമ്രാൻഖാൻ്റെ ഗതികേടായിരിക്കും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ പട്ടാളക്കാർക്കെതിരെ മന്ത്രിസഭ അംഗങ്ങളോ അവിടെ രാജ്യത്തിലുള്ള പാവപ്പെട്ടവരോ പ്രതിഷേധിക്കാൻ പറ്റിയില്ല. അവരാര് പ്രതിഷേധിച്ചാലും
അവരെ ഉന്മൂലനം ചെയ്യും. അതാണ് പട്ടാള മേധാവികൾ ചെയ്യുന്നത്. അവർക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ 2 മാർഗങ്ങളാണ്. ഒന്ന് കാശ്മീർ ഇല്ലെങ്കിൽ അവർ ജീവിക്കാൻ പറ്റില്ല. ആ കാശ്മീരിൻ്റെ പേരിലാണ് യുദ്ധങ്ങൾ ചെയ്യുക. ആ യുദ്ധത്തിൻ്റെ പേരിൽ അവരുടേതായ സമ്പാദ്യം അവർ തരപ്പെടുത്തിയെടുക്കുന്നു. അതിലും കൂടുതൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരെ മദ്രസകളിൽ വിട്ട് വിഷം കുത്തിവയ്ക്കുന്ന പാഠങ്ങൾ പഠിപ്പിക്കുക. ഒരു ഇസ്ലാമും പഠിപ്പിക്കാത്ത, ഇസ്ലാം ഇഷ്ടപ്പെടാത്ത തത്വങ്ങളാണ് ഈ ഉസ്താദന്മാർ കുഞ്ഞു കുട്ടികളിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇന്ത്യയിലെ ഏറ്റവും ഒരു ശത്രുവായി മെനഞ്ഞെടുക്കുന്നു. ഇത് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ള ഈ നാശത്തിന് വഴിതെളിക്കുന്ന കാര്യങ്ങൾ. ഈ ജനത എപ്പോൾ മാറുമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഒരു പക്ഷേ ഇതിനൊരു മാറ്റമുണ്ടായിരിക്കും. നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇവരുമായി യാതൊരു സന്ധി സംഭാഷണത്തിനും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് തന്നെ പിടിപ്പത് നമ്മുടെ ജോലിയുണ്ട്. നമ്മളൊരു ധാർമ്മികത നമ്മൾ ധർമ്മത്തിൻ്റെ രാജ്യമാണ്, ധർമ്മിഷ്ഠരുള്ള രാജ്യമാണ്. ആ ഒരു ധർമ്മമാണ് നമ്മളെ ഇത്രയും പുരോഗതിയിലേക്ക് നയിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഈശ്വര ധ്യാനമാണ്. നാം ഈശ്വരനെ ധ്യാനിക്കുന്നു, ഈശ്വരൻ നമ്മെ പ്രസാദിക്കുന്നു. ഒരിക്കലും ഇന്ത്യൻസ് ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല. നമ്മുടെ ഹാബിറ്റ്സ് അല്ല. നാം അധ്വാനിക്കുന്നു, നാം വളരുന്നു. മറ്റൊരു രാജ്യത്തെയും നമ്മൾ ശത്രു രാജ്യമായി കാണുന്നില്ല. മറിച്ച് മറ്റുള്ള ചില രാജ്യങ്ങൾ നമ്മളെ ശത്രുക്കളായി കാണുന്നു. അതിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്നത് പാകിസ്ഥാനും ചൈനയുമാണ്. അവർ തമ്മിലാണ് നല്ല ബന്ധങ്ങൾ. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം ജനതയെ വഞ്ചിച്ച് തകർത്ത് മേധാവികൾ സൂക്ഷിച്ചു കഴിയുക, ഇത് മാത്രമേ ഉള്ളൂ. അവസാനമായി ഒരിക്കൽ കൂടി പറയുന്നു, നാം എത്ര സ്ട്രിക്റ്റായിരുന്നാലും ഒരു പ്രകൃതി ദുരന്തമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സഹായിച്ചിരിക്കും. എന്നാൽ ഒരിക്കലും നാം എന്ത് സഹായം പാകിസ്ഥാൻ ഗവൺമെൻറ്റുമായി ചെയ്താലും ആ സഹായങ്ങൾ ഒരിക്കലും അവിടെ പാവപ്പെട്ടവരിലേക്ക് എത്തില്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ മിനിസ്ട്രിയെക്കുറിച്ച് അറിയുന്നു, അവരുടെ പട്ടാളത്തെക്കുറിച്ച് അറിയുന്നു. അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എന്നവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സഹായങ്ങളാണ് നാം ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു സഹായം, ഈവൻ ഈ കുടിവെള്ളം തന്നെ അവർക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. അവർ മനസ്സിലാക്കണം, അവിടുത്തെ ജനത മനസ്സിലാക്കണം. അവരെ കാശ്മീരിൻ്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് അവരെ പറ്റിക്കുന്നു എന്നൊരു ബോധ്യം എന്ന് പാകിസ്ഥാൻ ജനതയ്ക്ക് ഉണ്ടാകുന്നു. അന്ന് മാത്രം നമ്മൾ എന്തെങ്കിലും സഹായ ഹസ്തങ്ങൾ നീട്ടുക. എന്നാലും എന്തെങ്കിലും അതിയായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ ആ സമയത്ത് ആ ആവശ്യങ്ങളെ കണ്ട് നമ്മൾ എന്തെങ്കിലും സഹായിക്കും, നമ്മൾ സഹായിച്ചു പോകും. അത് നമ്മുടെ ഒരു ഹാബിറ്റ്സാണ്. നമ്മൾ എത്ര വാശി പിടിച്ചാലും ഒരാവശ്യമെന്ന് കണ്ടാൽ നമ്മളവിടെ ഓടിയെത്തും. അത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നും അവിടെ ഓടിയെത്തേണ്ട കാര്യമില്ല. എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ നാം പാവപ്പെട്ടവരെ സഹായിക്കണം. അപ്പോൾ മാത്രമേ നമുക്കതിനെപ്പറ്റി ചിന്തിക്കാവൂ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മുടെ മിനിസ്ട്രി, നമ്മെ നയിക്കുന്ന
ഒരു നല്ലൊരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടം വേണ്ടതേ ചെയ്യൂ. ആ ഭരണകൂടത്തിലും പ്രതിപക്ഷത്തിലുമുള്ള എല്ലാ കൂട്ടരും യോജിച്ച് സമാധാനമായി എടുക്കുന്ന ഒരു തീരുമാനം ഒരിക്കലും ഫെയിലാകത്തില്ല, തോറ്റുപോകത്തില്ല. നമുക്ക് വീണ്ടും നമ്മുടെ ഭരണകൂടത്തിനും അതിനെ നയിക്കുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യവും നല്ല ബുദ്ധിയും നമുക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ പ്രചോദനങ്ങളും നമ്മിൽ നിന്നും ഉണ്ടാകും. അതുണ്ടാകട്ടെ എന്ന് അവർക്കും പ്രതീക്ഷിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാട്.